ഞാൻ ജസ്ന. എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗിലാഫി കബാബിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സാധാരണ കബാബിൽ നിന്ന് ഇതിൻ്റെ ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഇഫ്താറിനും അതുപോലെ തന്നെ ഇപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കബാബാണത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല ചിക്കനിൽ. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഇതുപോലത്തെ സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജാതിക്കയുടെ പൊടി, 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ ഓരോ സ്പൂൺ വീതം ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, അതായത് 2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടികളും ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാതും കൂടി ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചിക്കനും ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ ചിക്കനുമേ. ഇനി നമ്മളിതൊന്ന് 1/2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇതുപോലെ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ട് ഒരു 12 മുതൽ 15 ബദാം വരെ തൊലിയോട് കൂടി തന്നെ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബദാം ഇതുപോലെ തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മല്ലിയില വേണം. തണ്ടോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പുതിനയുടെ ഇല, ഒരു 3-4 പച്ചമുളക്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സവോള വറുത്തതാണ്, പൊരിച്ചു കോരിയ സവോള. ഇത് ഒരു 2 സവോളയുടെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചു കോരി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. അതിലേക്ക് മല്ലിയിലയും പുതിനയും പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് നന്നായിട്ട് ഇതിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ട ഇതുപോലെ ഞാനൊന്ന് ഇതിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പകുതി ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ നിർത്തി ഈ ചിക്കൻ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പകുതി ചിക്കൻ ഇട്ട് കൊടുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാതും കൂടി അരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബദാം പൗഡറും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഇത്ര സൈസുള്ള ഒരു ചീസാണ് വേണ്ടത്. അപ്പം ഈ ചീസും ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഈ അരയ്ക്കാനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചീസും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് നിർത്തി വീണ്ടും എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് വേറെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ചീസിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അരച്ചെടുത്ത കബാബിൻ്റെ മിക്സാണ് ഇത്. ഈ കബാബ് മിക്സ് നമുക്കൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് ഇത്തിരിയും കൂടി ഒന്ന് ടൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കബാബ് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. 15 മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈയിൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈയിൻ്റെ ഇടയിൽ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇതുപോലെ ഒരു സ്ക്രൂവർ എടുത്തിട്ട് അതുമ്പോൾ നമുക്ക് ഇതുപോലെ കബാബായിട്ട് നീളത്തിൽ പിടിക്കാം. സ്ക്രൂവർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് നീളത്തിൽ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈസിയാണ്. എന്നിട്ട് നമ്മൾ ഈ സ്ക്രൂവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചു വരിക. അപ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്യാനുള്ളൊരു ഈസി മെത്തേഡായിട്ടാണ് നമ്മൾ ആ സ്ക്രൂവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കൈയിൻ്റെ അടിയിലിട്ടിട്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്തതിന് കൊടുക്കുക ഇതുപോലെ. ഞാൻ നമ്മൾ ഏതാണ്ട് സോസേജിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് എല്ലാതും ഇതുപോലെ കബാബായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. വളരെ ഈസിയാണ് കേട്ടോ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രൂവർ വെച്ചിട്ടോ സ്ക്രൂവർ ഇല്ലാതെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കബാബ്സൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള
റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം. ഇനി ഇത് മൂന്നും കൂടി നമ്മൾ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കബാബ് എടുത്തിട്ട് ഈ നമ്മുടെ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ആ ഒരു കട്ടുണ്ടല്ലേ, ആ കട്ട്സ് ഇതിൻ്റെ മേലെ നന്നായിട്ട് നമ്മളങ്ങ് കോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് എടുത്ത് ഇതിൻ്റെ മേലെ പ്രസ് ചെയ്ത് നമ്മളത് കോട്ട് ചെയ്തിട്ട് എടുക്കണം അതിൽ. അപ്പോൾ നമ്മുടെ കോട്ടിംഗ് എന്ന് പറയുന്നത് ഈ സവാള ക്യാപ്സിക്കത്തിൻ്റെ മിക്സാണ്. അപ്പോൾ അതേ നമ്മളിത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കബാബ്സും ഇതുപോലെ ഈ സവാള ക്യാപ്സിക്കം മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തു. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയില്ലേ ഇത്. ഇനി നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചു. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ, അധികം ഒന്നും എണ്ണ വേണ്ട കേട്ടോ, 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ അത് നിരത്തി വെക്കുക. എന്നിട്ട് നമ്മളിത് ഓരോ സൈഡും ഇതുപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇതിങ്ങനെ പാനിൽ കുറച്ച് എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മളിത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ അതേ നമ്മുടെ ഗിലാഫി കബാബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നോക്കണം. കാരണം സൂപ്പർ ടേസ്റ്റാണ്. കാരണം സാധാരണ നമ്മൾ കബാബ്സ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നമ്മൾ ജാതിക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്ത സവോളയുടെ ഇതും ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.